നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് അഖിൽ അനിൽകുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ഷെബിൻ ബക്കറും മഹേഷ് നാരായണനും ചേർന്ന് നിർമ്മിച്ച തലവര എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, ജ്യോതിഷിനെ അവതരിപ്പിക്കുന്നത്, പാണ്ഡയെ അവതരിപ്പിക്കുന്നത്, ജ്യോതിഷ് എന്ന പാണ്ഡയെ അവതരിപ്പിക്കുന്നത് അർജുൻ അശോകനാണ്. കണ്ണപ്പൻ ആയിട്ട് വരുന്നുണ്ട്, അശോകൻ കണ്ണപ്പനായിട്ട് വരുന്നുണ്ട്. അച്ഛൻ ഈ നമ്മുടെ ജ്യോതിഷ് എന്ന പാണ്ഡയുടെ അച്ഛനായിട്ട് കണ്ണപ്പൻ വരുന്നുണ്ട്. സിനിമാ പ്രാന്ത് മൂത്ത് സിനിമയിൽ അഭിനയിക്കാൻ നടന്ന ഒരാളാണ് കണ്ണപ്പൻ. പരാജിതനായ ഒരാളാണ് കണ്ണപ്പൻ. കണ്ണപ്പൻ്റെ കണ്ണപ്പൻ്റെ ഭാര്യ ആശയായിട്ട് വരുന്നത്, അതായത് ജ്യോതിഷിൻ്റെ അമ്മയായിട്ട് വരുന്നത് ഒരു പുതുമുഖ നടിയാണ്. സന്ധ്യയായിട്ട് വരുന്നത് രേവതി സമയാണ്. ഈ സിനിമയിൽ ഒരു പ്രശ്നത്തെ അവതരിപ്പിക്കാനാണ് സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രമിക്കുന്നത്. തലവര, മനുഷ്യൻ്റെ തലവര എങ്ങനെ മറികടക്കാം, ആ തലവരയെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് കൂടി ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ പ്രബന്ധ രചനയായിപ്പോയോ, അല്ലെങ്കിൽ കാര്യങ്ങൾ വൈകാരികമായി പറയാതെ, കലാപരമായി പറയാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ് സിനിമ ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. അത് ആസ്വാദ്യകരമല്ല എന്ന് തന്നെ പറയട്ടെ. നമുക്ക് വേണ്ടത് ജീവനുള്ള, ജീവിതമുള്ള ജീവിതങ്ങളാണ്. ആ ജീവിതത്തിലേക്ക് നമ്മെ വലിച്ചുകൊണ്ട് പോകണം കലാകാരൻ. ആ ഫ്രെയിമുകളിൽ വിട്ട്, നമ്മൾ ആ ഫ്രെയിമുകളെ വിട്ട് ഒരു ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ആണ്ടിറങ്ങണം. ഈ സിനിമയിൽ അതൊക്കെ സംഭവിക്കുന്നുണ്ട്, അവിടങ്ങളിൽ മാത്രം എടുത്തു പറയാം. തുടക്കത്തിൽ തന്നെ താൻ ജോലി ചെയ്യുന്ന ഷോപ്പിൽ നിന്നും സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ അതിൻ്റെ ഓണർ ജ്യോതിഷിനെ, പാണ്ഡയെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു രംഗമാണല്ലോ നമ്മൾ ആദ്യം കാണുന്നത്. അവിടെ ഒരു ജീവിതമുണ്ട്, അയാളുടെ വെപ്രാളമുണ്ട്, അയാളുടെ ഇഷ്ടക്കേടുണ്ട്. ജോലിക്ക് വരേണ്ട സമയത്ത് സിനിമയ്ക്ക് പോവുക, കടയിലെ പണികളൊന്നും നടക്കാതെ വരിക, അതിലയാളുടെ അമർഷമുണ്ട്, ഒക്കെ നമുക്കൊക്കെ അവിടെ കാണാം. അതുപോലെ ആശയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇയാളുടെ അമ്മ, ജ്യോതിഷിൻ്റെ അമ്മ ആശയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അവരൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഇയാളുടെ കൂടെ, അശോകൻ അവതരിപ്പിക്കുന്ന കണ്ണപ്പൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ഗൾഫുകാരനാണ്, ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇയാൾക്ക് സിനിമാ ഭ്രാന്ത് മൂത്ത് സിനിമയുടെ പുറകെ പോവുകയാണ് ഉണ്ടായത്. അതിലയാൾ പരാജയപ്പെട്ടു പോകും. ഈ അമർഷവും ഒക്കെ അവരുടെ മുഖത്തും, അവരുടെ ആ നടിയുടെ മുഖത്തും, ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ അവിടെ മാത്രമായിട്ടാണ് ഈ സംഘർഷങ്ങൾ കിടക്കുന്നത്. കഥാപാത്രങ്ങൾ ഉണ്ടാവണം, കഥാപാത്ര സംഘടന ഉണ്ടാവണം, അതുവഴി ഒരു ജീവിതം ഉണ്ടാവണം. അതാണ് കലയെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. അതിനെ എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചാലും എങ്ങനെ എടുത്താലും അത് ആ രൂപത്തിലല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ആസ്വാദകർക്ക് ആസ്വാദ്യമല്ലാതെ പോകും. അതുകൊണ്ടാണ് ഒരു കൊഴുപ്പ് വരുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. നമുക്കങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണ്. ഒരു ഇംപ്രഷൻ ആയിട്ടുള്ള ഒരു സംഗതി വരുന്നില്ല. അർജുൻ അശോകനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രമ്യ സമയം ഈ ആശയായിട്ട് വരുന്ന നടിയും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അങ്ങനെ അഭിനയിക്കണമെങ്കിൽ അഭിനയ മുഹൂർത്തങ്ങൾ അവർക്കുണ്ട്. പക്ഷേ ഇതെല്ലാം ചിതറിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ കൂട്ടിയോജിപ്പിച്ച് ഒരു ഏകാഗ്രത വരുത്താനായിട്ട് സംവിധായകന് സാധിച്ചില്ല, അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് സാധിച്ചില്ല. പുതുമുഖമായതുകൊണ്ടായിരിക്കാം അഖിൽ അനിൽകുമാർ എന്ന പേര് ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വേറെ സിനിമകളുണ്ടോ എന്ന് അറിയില്ല. ഏതായാലും ഈ അർജുൻ അശോകൻ്റെ കഥാപാത്രം
പാണ്ഡ എന്ന കഥാപാത്രം. അയാൾക്ക് ശരീരത്തിൽ മൊത്തം പാണ്ടാണ്. അതുകൊണ്ടാണ് അയാളെ പാണ്ഡ എന്ന് കൂട്ടുകാരൊക്കെ കളിയാക്കി വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാനായിട്ട് സംവിധായകൻ വിളിക്കുകയും അയാൾ പോവുകയും അയാൾ അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അയാൾ മടിച്ചാണ് അഭിനയിക്കാനായിട്ട് പോകുന്നത്. ആ അവസാനം വരെ ഈ മടി, ഇയാളുടെ ഈ മുഖത്തുള്ള ഈ സംഗതികളുടെ ഒരു ഇതുകൊണ്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവസാനം വരെ അയാളുടെ സിനിമ റിലീസായതിനു ശേഷവും നമുക്ക് അയാളുടെ മുഖത്ത് കാണാവുന്നതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല വരേണ്ടിയിരുന്നത്. അയാൾ ഇതിനെല്ലാം മറികടന്ന് സംഭാഷണങ്ങളിൽ മാത്രമാണ് അവിടെ വരുന്നത്. വിശ്വാസം കൊണ്ടാണ് താൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, തൻ്റെ തലവര മാറ്റുന്നത്. അങ്ങനെയാണെന്ന് അവിടെ കുറച്ച് ഡയലോഗുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ആ കഥാപാത്രത്തിൻ്റെ മുഖത്തും ശരീരത്തും സാഹചര്യങ്ങളിലും ഒക്കെ ആ സംഗതികൾ വരണമായിരുന്നു. ഇയാളുടെ കൂട്ടുകാരെവിടെയാണ് പോയത്? ആ സമയത്ത് ഇയാളുടെ സിനിമ റിലീസാവുന്ന സമയത്ത് കൂട്ടുകാരെവിടെയാണ് പോയത്? അതാണ് പ്രശ്നം. ആ കൂട്ടുകാരെയൊക്കെ കൊണ്ടുവന്നിരുന്നു എങ്കിൽ ഈ രേവതി സമയുടെ കഥാപാത്രത്തെയൊക്കെ അവിടെ കൊണ്ടുവന്നിരുന്നു എങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കൊഴുപ്പുള്ളതാക്കി മാറ്റാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസം, ഒരുവന് അവനവനിൽ തന്നെയുള്ള വിശ്വാസം, അവന് ഏത് രൂപത്തിലിരിക്കട്ടെ, ഒരുവന് അവനവനിൽ തന്നെയുള്ള വിശ്വാസമാണ് അവനെ ഒന്നാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത്. അതാണ്, ആ കാര്യമാണ് സംഭവിക്കുന്നത്. അതാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ചത്. തലവര എന്ന് പറഞ്ഞല്ലോ. ഇയാളുടെ തലവര എന്താണ്? അയാളുടെ വിശ്വാസം കൊണ്ട് അയാളുടെ തലവര മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആശയ്ക്കും ഒരു തലവരയുണ്ട്. തൻ്റെ മകൾ വേറൊരാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അവൾക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിലൊക്കെ അമർഷമുണ്ട്. ഈ അമർഷങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്? ഇയാളെ വിവാഹം കഴിച്ചു, അയാൾ 2 കുട്ടികളെ സമ്മാനിച്ചു എന്നുള്ളതല്ലാതെ ഇവൾ ഇപ്പോഴും ഹരിതകർമ്മസേനയിൽ പണിയെടുക്കാൻ പോയിട്ട് ക്ലീനിങ് ജോലിക്ക് പോയിട്ടാണ് കുടുംബം പുലർത്തുന്നത്. അർജുൻ അശോകൻ്റെ കഥാപാത്രമായ പാണ്ഡയാണെങ്കിൽ ജോലിക്ക് പോകുന്നില്ല. സിനിമ അതിൽ അഭിനയിക്കണമെന്ന മോഹമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് കിട്ടുന്ന ജോലികളൊക്കെ പോകുന്നത്. വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെയാണ് സന്ധ്യയെ അയാൾ പരിചയപ്പെടുന്നത്. സന്ധ്യയെ പരിചയപ്പെട്ട് അവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. ആദ്യം ഇഷ്ടത്തിലാകുന്നത് ഇയാളുടെ കൂട്ടുകാരൻ്റെ വീട്ടിലാണല്ലോ ഈ സന്ധ്യയുടെ കുടുംബം വന്ന് താമസിക്കുന്നത്. അത് കൂട്ടുകാരന് അവളോടൊരു പ്രേമമൊക്കെ തോന്നുന്നു. പക്ഷേ അവനത് സാധ്യമാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് അവൻ്റെ തലവര. അശോകൻ്റെ കണ്ണപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ട് പരാജയപ്പെടുന്നത് അത് അയാളുടെ തലവര. ഇങ്ങനെ കുറേ തലവരകളുടെ കഥയാണ്, അല്ലെങ്കിൽ തലവരകളാണ് ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അർജുൻ അശോകൻ പിന്നെ രേവതി സമ, ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ അവർ നടക്കുന്ന കഥാപാത്രങ്ങളുടെ ഒക്കെ തലവരെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഒരു കൊഴുപ്പ് ഇല്ലാതെ പോയത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നല്ലൊരു തീമുണ്ട് ഈ സിനിമയിൽ, പക്ഷേ എന്തുകൊണ്ടാണ് ഒരു കൊഴുപ്പില്ലാതെ പോയത്? കൊഴുപ്പില്ലാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു പരിസരമുണ്ടല്ലോ, ആ പരിസരം കണക്റ്റഡ് ആയില്ല എന്നുള്ളതാണ് കാര്യം. ഇവർ ക്രിക്കറ്റ് കളിക്കുന്നു, പന്ത് കളിക്കുന്നു, അത് കളിക്കുന്നു, കൂട്ടുകാരൊക്കെ ചേർന്ന് കളിക്കുന്നു, കള്ളു കുടിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു കൃത്യമായ ഒരു പരിസരം സംവിധായകൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്നില്ല. അതാണ് കാരണം. മഹേഷ് നാരായണൻ അവതരിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു സിനിമ മികച്ചതാവണം എന്നില്ല. മഹേഷ് നാരായണൻ നമുക്കറിയാം നല്ലൊരു സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്, നല്ല എഡിറ്ററാണ്. അതൊന്നുമല്ലല്ലോ. അവിടെ നമ്മൾ സംസാരിക്കുന്നത് അനിൽകുമാറിൻ്റെ സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കഥാപാത്ര പരിസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പരിസരങ്ങൾ സൃഷ്ടിച്ച് അവിടെ കഥാപാത്ര സംഘടനകൾ ഉണ്ടാക്കാനായിട്ട്, സംഘടനം എന്ന് പറയുമ്പോൾ തമ്മിൽ തല്ലല്ല, സംഘടനം എന്ന് പറയുന്നത് തമ്മിൽ തല്ലല്ല. ഈ രേവതി സമ അവതരിപ്പിക്കുന്ന സന്ധ്യ എന്ന തമിഴത്തി പെൺകുട്ടിയുടെ മുറച്ചെറുക്കൻ ആയിട്ടൊരാൾ വരുന്നുണ്ട്. അവളെ കെട്ടണമെന്ന് പറഞ്ഞ് കൊച്ചു ചെറുപ്പത്തിൽ മുതൽ നടക്കുന്ന ഒരുവനായിട്ട് അവൻ്റെ തലവരെയാണ്. അവളെ കിട്ടാതെ പോകുന്നത് അവൻ്റെ തലവര. ഇങ്ങനെയുള്ള കുറച്ച് തലവരകളുടെ കാര്യമാണ് ഈ സിനിമ പറയുന്നതെങ്കിലും അതിനെയൊക്കെ കണക്റ്റഡാക്കി നിർത്താൻ
ഇപ്പോൾ നല്ലൊരു സംഘർഷ രീതിയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ലൂസായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് പിന്നെ പോകുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ലൂസായ കാര്യങ്ങളെ ടൈറ്റാക്കി കൊണ്ടുവന്ന് നിർത്താൻ പറ്റാതെ വന്നതാണ് പ്രശ്നം ഉണ്ടായത്. ഈ സിനിമയ്ക്ക് ഒരു ഒരു ഉണർവും ഒരു ഗുമ്മും എന്ന് പറയുമ്പോൾ ഒരു കൊഴുപ്പും ഒക്കെ കിട്ടാതെ പോയതിൻ്റെ ഒരു കാരണം ഇതാണ്. ഏതായാലും അനിൽകുമാർ ഒരു പുതിയ സംവിധായകനാണ്. നല്ല സംവിധായകൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ട് ഈ സിനിമയിൽ കാണിക്കാൻ പറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ ഉണ്ട്. അതിപ്പോൾ സംവിധായകനില്ല എങ്കിലും ക്യാമറമാനും ഒരു തിരക്കഥാകൃത്തും ഉണ്ടെങ്കിലും ഒക്കെ അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിപ്പിക്കാം. പക്ഷെ സംവിധായകം എന്ന് പറയുമ്പോൾ അത് ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒന്നാക്കി മാറ്റാനായിട്ട് സംവിധായകന് സാധിക്കണം. അതുമാത്രമല്ല ജീവിതമുള്ള ജീവൻ തുടിക്കുന്ന ജീവിതം കാണിക്കാനായിട്ട് സംവിധായകനും തിരക്കഥാകൃത്തിനും ഒക്കെ സാധിക്കണം. അപ്പോഴാണ് ആളുകൾക്കത് എഫക്റ്റീവായിട്ട് തോന്നുകയുള്ളൂ. അത് ഈ സിനിമയിൽ സാധിച്ചിട്ടില്ല. തീമുണ്ടെങ്കിലും അത് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അടുത്ത സിനിമയോടുകൂടി അദ്ദേഹത്തിന് നല്ല രീതിയിൽ അഖിൽ അനിൽകുമാറിന് നല്ല രീതിയിൽ തിരക്കഥ എഴുതി നല്ല സംവിധാനം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.